ഹലോ എവരിവൺ. ഇന്ന് ക്ലാസ് 8 ചാപ്റ്റർ 3 അണ്ടർസ്റ്റാൻഡിംഗ് ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് മേഡ് അപ്പ് ഓഫ് ഓൺലി ലൈൻ സെഗ്മെന്റ്സ് ഈസ് കോൾഡ് എ ഡാഷ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്നാണ്. അപ്പോൾ സിമ്പിൾ ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ സൈഡ്സ് എന്തായിരിക്കണം, ലൈൻ സെഗ്മെന്റ്സ് ആയിരിക്കണം. അപ്പോൾ എന്താണ് ആദ്യം ക്ലോസ്ഡ് കർവ് എന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഞാനിവിടെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ ഒരു കർവ്. ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വന്നു, ഇങ്ങനെ തന്നെ തിരിച്ചു പോയി, അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് കർവ് എന്ന് പറയുക. ഇനി ഞാൻ വേറൊരു ഫിഗർ വരയ്ക്കാം. 8 ആണ് വരയ്ക്കാൻ പോണത്. അപ്പം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, ഞാൻ ഇതിൽ കൂടെ തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കടന്നുപോയി കേട്ടോ. അത് ഞാൻ ഈ ഓൾറെഡി വരച്ച ലൈനെ കൂടെ തന്നെ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയുള്ളത് സിമ്പിൾ അല്ല, ഇത് കോംപ്ലക്സ് കർവാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ കർവ് മനസ്സിലായി, ക്ലോസ്ഡ് കർവ് മനസ്സിലായി അല്ലേ. ഇനി വേണ്ടത് ലൈൻ സെഗ്മെന്റ്സ് അറിയാലോ. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. അപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ എൻഡ് ചെയ്തു. അതായത് സിമ്പിളുമാണ് ക്ലോസ്ഡും ആണ്. പക്ഷേ ഇവിടെ എന്താണ്, ലൈൻ സെഗ്മെന്റ്സ് അല്ല അതിൻ്റെ സൈഡ്സ്. അപ്പോൾ ഓപ്ഷൻ സർക്കിൾ തെറ്റി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം, ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ലൈൻ സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ക്ലോസ്ഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. അടുത്തത് നോക്കാം, പോളിഗൺ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് പോളിഗൺ എടുക്കാം. ട്രയാങ്കിൾ എടുത്തു. അപ്പോൾ ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്താണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, ക്ലോസ്ഡ് ആണ്. ഇനി എന്താണ്, ഇത് ഇൻ്റർസെക്ഷൻ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് ഇത് എന്തായിരിക്കും, സിമ്പിളും ആണ്. ഇനി ഇതിൻ്റെ സൈഡ്സ് എന്താണ്, ലൈൻ സെഗ്മെന്റ്സും ആണ്. അപ്പോൾ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും, പോളിഗൺ. A quadrilateral whose all sides, diagonals and angles are equal is A. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സൈഡ്സ് നോക്കാം. അപ്പോൾ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ഏതൊക്കെ ക്വാഡ്രിലാറ്ററലാണ് ഉള്ളത്, സ്ക്വയറും റോംബസും. ഇനി ഡയഗണൽസ് ഈക്വൽ ആയിട്ട് വരുന്ന ഏതൊക്കെ ക്വാഡ്രിലാറ്ററലാണ് ഉള്ളത്, സ്ക്വയറും റെക്റ്റാങ്കിളും. ഇനി ആംഗിൾസ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. അപ്പം നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 3 കാര്യവും സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ഏത് ക്വാഡ്രിലാറ്ററലാണ് ഉള്ളത്, സ്ക്വയർ. One angle of a quadrilateral is 150 degree and other 3 angles are equal. What is the measure of each of these equal angles? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആംഗിളിൻ്റെ മെഷർ തന്നിട്ടുണ്ട്, ബാക്കി 3 ആംഗിൾസും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. 3 ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ഒരു ആംഗിളിൻ്റെ മെഷർ 150 ഡിഗ്രി, ബാക്കി എല്ലാത്തിനും നമുക്ക് എക്സ് ഇട്ട് കൊടുക്കാം. എല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് സെയിം വേരിയബിൾ തന്നെ കൊടുത്താൽ മതി. ഇനി നമുക്കറിയാം the sum of all angles of a quadrilateral is 360 degree. ഇനി 150 ഡിഗ്രി പ്ലസ് ഈ 3x കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 3x ഈക്വൽ ടു 360 ഡിഗ്രി. ഈ 3xനെ ലെഫ്റ്റിൽ തന്നെ നിർത്താം, 150നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യാം. equal to 210 ഡിഗ്രി കിട്ടും. 3x is equal to 210 ഡിഗ്രി. x is equal to എന്ത് വരും, 210 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 equal to 70 ഡിഗ്രി. അപ്പോൾ ഈക്വൽ ആംഗിൾസിൻ്റെ മെഷർ എന്താണ്, 70 ഡിഗ്രി. ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ. ഇപ്പോൾ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താ, 5 സൈഡുള്ള പോളിഗൺ ആണ്. ഇനി റെഗുലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എല്ലാ സൈഡ്സിൻ്റെ ലെങ്തും ഈക്വൽ ആയിരിക്കും, അതുപോലെ പെൻറ്റഗണിലെ എല്ലാ ആംഗിൾസിൻ്റെയും മെഷറും ഈക്വൽ ആയിരിക്കും. ഇനി ദി സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു n - 2 × 180 ഡിഗ്രി. നമുക്കത് അറിയാം അല്ലേ, ഈ ഫോർമുല കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഏത് പോളിഗണിൻ്റെ ആണെങ്കിലും ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമയം കണ്ടുപിടിക്കാൻ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പെൻറ്റഗൺ ആണ്, അതുകൊണ്ട് എന്നിന് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5 - 2 × 180 ഡിഗ്രി. 5 - 2 എന്ന് പറയുമ്പോൾ 3 × 180 ഡിഗ്രി, 3 × 180 ഡിഗ്രി 540 ഡിഗ്രി. ഇനി ഓരോ ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിക്കണം.
അപ്പോൾ ദ മെഷർ ഓഫ് ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ആംഗിൾസ് ബൈ എൻ ആണ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 540 ഡിഗ്രി. ഇനി എൻ നമുക്കറിയാം 5 സൈഡാണ്, അപ്പോൾ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 540/5 ചെയ്യുമ്പോൾ 108 ഡിഗ്രി കിട്ടും. അപ്പോൾ ഓരോ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ മെഷറും 108 ഡിഗ്രി ആയിരിക്കും. 4 angles of a quadrilateral are in the ratio 3:4:5:6. Find its angles. ഇപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? ഒരു വേരിയബിൾ വെച്ചിട്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതുക. അപ്പോൾ ലെറ്റ് ആംഗിൾസ് ബി 3x, 4x, 5x and 6x. ഇനി നമുക്ക് അറിയാം ദ സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതായത് നമ്മുടെ 3x പ്ലസ് 4x പ്ലസ് 5x പ്ലസ് 6x ഈക്വൽ ടു എന്തായിരിക്കും? 360 ഡിഗ്രി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 + 4 7 + 5 12 + 6 18. 18x is equal to 360 degree. x is equal to 360 degree by 18. ഈ 18 36ൽ 2 ടൈംസ് പോകും. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 20 ഡിഗ്രി. ഇനി 3x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 60 ഡിഗ്രി. 4x 80 ഡിഗ്രി. 5x എന്ന് പറയുന്നത് 100 ഡിഗ്രി. 6x എന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ആംഗിൾസ് ആർ 60 ഡിഗ്രി, 80 ഡിഗ്രി, 100 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.